അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, 26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചുകൊള്ളുക. 28-ാമത്തെ വാക്യം മേലി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. ഈ വാക്യത്തിനായിട്ടൊരു സ്തോത്രം ചെയ്താട്ടെ. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ നാമത്തെ പരസ്യമായിട്ട് ഉയർത്താൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശുശ്രൂഷ ഞങ്ങൾ കൊതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവർത്തനത്തിനായിട്ട് ഞങ്ങളുടെ ശരീരത്തെ വിധേയപ്പെടുത്തുന്നു. അങ്ങയുടെ ഹിതങ്ങൾ ഭയങ്കര മഴ പോലെ പെയ്തിറങ്ങുന്ന മണിക്കൂറുകളായി ഈ മണിക്കൂറുകൾ മാറ്റേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രെയർ ഏറെ അനുഗ്രഹവും സന്തോഷവുമാക്കി തീർക്കുന്നല്ലോ. ഞങ്ങളുടെ തുടക്കം ആത്മനിയോഗത്തിലാണല്ലോ. വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ നടുവിൽ നടക്കാൻ പോകുന്നല്ലോ. പാസ്റ്ററുകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഉപസിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും ശക്തിയും ഈ സെക്ഷനുകളിൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. നിനക്ക് പുത്രനായി, നിനക്ക് പകരക്കാരനായി, നിൻ്റെ നാവായി, വിരലായി, ശബ്ദമായി നിൻ്റെ ജനത്തെ ശുശ്രൂഷിപ്പാൻ അധികാരപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളത് മാത്രം വെളിപ്പെട്ടു വരട്ടെ. ദൈവഹിതമില്ലാത്തതെല്ലാം പൊളിഞ്ഞു പോകട്ടെ. കർത്താവിൻ്റെ പദ്ധതി ഇന്ന് നടക്കണം. ഇന്നിവിടെ വചനം പറയുമ്പോൾ എന്ത് പറയുന്നോ അത് ഇപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. ദൈവദൂതന്മാരുടെ മിനിസ്ട്രി ഇതിനകത്ത് വെളിപ്പെട്ടു വരണം. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്വർഗീയ പ്രൊവിഷൻസുകളും പരിശുദ്ധാത്മാവ് ഇന്ന് തുറന്നു തരാൻ പോകുന്നതിനായി സ്തോത്രം. ബലഹീനമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ പലതുണ്ടെങ്കിലും ബലവാനായ പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് ഇന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾക്ക് ഞങ്ങളെ ആശീർവദിക്കും. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. ഒന്നുകൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തെ അഭിസംബോധന ചെയ്താണ് ഞാൻ കുറച്ച് സമയം പറയാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2 പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് വർധനവാണ്. രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില പേരുകൾ പിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ കർത്താവ് നിയോഗം തന്നു. അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു വേദഭാഗം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ വായിക്കാൻ പ്രേരണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാക്യം പറയാൻ കർത്താവ് പ്രേരണ തരുന്നു. റോമാലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം ഇച്ചിരി പ്രസക്തമായ അധ്യായമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ അകത്ത് ഈ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പ്രയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവരാണ് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും. ഓക്കെയാണോ? എല്ലാവർക്കും ഒന്നും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, എല്ലാവർക്കും നല്ല ഒട്ടുമിക്ക ആളുകൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കല്ലേ എനിക്കറിയാമെന്ന്. എനിക്കും അറിയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. നമ്മൾ ചില വിഷയങ്ങൾ ഫോക്കസ്ഡായിട്ട് പ്രാർത്ഥിച്ചിട്ട് മറന്നുപോയിട്ട് വേറെ വിഷയങ്ങളിലൂടെ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ബലഹീനരാകുമ്പോഴത്തേക്കിന്, ശക്തി ക്ഷയിക്കുമ്പോഴത്തേക്കിന് നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. പക്ഷേ ബലഹീനതയിൽ തുണ നിൽക്കുന്നു, പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഡ്യൂട്ടി ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ പ്രധാനമായ ഒരു കാര്യത്തെ പരിശുദ്ധാത്മാവിൽ പൗലോസ് എഴുതി അവതരിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് ഈ ഓൺലൈനിലും ഓഫ്ലൈനിലും ഇരിക്കുന്ന മുഴുവൻ ആളുകളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പുള്ളവരാണ് ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് സംബന്ധിക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യം വളരെ ഗുണകരമാണെന്ന് തമ്പുരാൻ കർത്താവ് എന്നോട് ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ നിർബന്ധത്താൽ ഈ വാക്യം വായിച്ചത്.
ഈ വാക്യം പ്രസംഗിച്ചില്ലെങ്കിൽ ഈ വാക്യം ഒരു ബ്ലെസ്സിങ് ആണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ വാക്യത്തിൻ്റെ അർത്ഥവ്യാപ്തി അറിയണമെന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത ചില സ്റ്റേജുകൾ ഇങ്ങനെ പൊങ്ങി വരണം. അത് പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ. നമുക്ക് ബുദ്ധിമുട്ടായി തീരേണ്ടത് പോലും നമുക്ക് നന്മയായി മാറും. നമുക്ക് തിന്മ പ്രവർത്തിക്കുന്നവർ നാണം കെട്ടുപോകും. നമ്മളെ ബുദ്ധിമുട്ടിച്ച് മാനസിക സമ്മർദ്ദത്തിൻ്റെ അകത്ത് നമ്മുടെ ഫെയ്ത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ശ്രമം നടത്തുന്നവർ മൂക്കിൽ വിരൽ വെച്ച് ആശ്ചര്യപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഇവരെ ഒരു രീതിയിലും ബാധിക്കാൻ പറ്റുന്നില്ല. അതിന് പിറകിൽ ഒരൊറ്റ കാര്യമുള്ളൂ, എന്നെ ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്? എൻ്റെ ദൈവം എന്നെ എല്ലാവരെക്കാളും കൂടുതലായി സ്നേഹിക്കുന്നു. ഞാൻ ഈ പദം പറയുമ്പോൾ അസൂയില്ലാത്തൊരു രാമൻ, നിങ്ങളെക്കാൾ കൂടുതലായി ദൈവം എന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളെക്കാൾ കൂടുതലായി ദൈവം എന്നെ സ്നേഹിക്കുന്നു. കാര്യം എൻ്റെ മിനിസ്ട്രിക്ക് ഭയങ്കര വെല്ലുവിളിയുണ്ട്. ഒത്തിരി അസൂയാലുക്കളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി എതിരാളികൾ എനിക്കുണ്ട്. നശിപ്പിച്ച് കളയും, കൊന്നുകളയും, നിൻ്റെ പേരില്ലാതാക്കി കളയും. വാഹനത്തിൻ്റെ പിറകെ വന്ന് ബുദ്ധിമുട്ടിച്ചവർ, മറ്റ് ഇതര രീതിയിൽ ആക്രമിച്ചവർ, ഏത് രീതിയിലും കുരുക്കാൻ നോക്കിയ എത്ര കൊടുങ്കാറ്റുകളുടെ നടുവിലാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നറിയാവോ? പക്ഷേ ഇത്രയും കൊടുങ്കാറ്റടിച്ചിട്ടും നിലംപരിചാകാതിരിക്കുന്നത് എൻ്റെ കൂടെ ഒരാൾ നിപ്പുണ്ട്. അവൻ്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു, നിങ്ങളുടെ പേര് മായ്ച്ചു കളയാൻ നോക്കിയത് അവർക്ക് നിങ്ങളുടെ പേര് എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തമ്പുരാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ആ കൈ ചലിക്കുന്നത് കൊണ്ടാണ്. ഹോളി സ്പിരിറ്റ് ഇന്ന് രാവിലത്തെ സെക്ഷൻ്റെ അകത്ത് സംസാരിച്ചു തുടങ്ങുകയാണ്. ആര് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അവരോട് എതിർക്കാൻ പോകണ്ട. കാര്യം ആ ബുദ്ധിമുട്ടുകളുടെ പിറവിൽ അവർ പോലും അറിയാത്തൊരു വലിയ ഡെലിവറൻസ് കിടപ്പുണ്ട്. കമാൺ. എത്ര പേർക്ക് ഞാനിത് ശാന്തമായിട്ടാണ് പറയുന്നത്, പക്ഷേ എത്ര പേർക്ക് ഇത് ആത്മാവ് പിടുത്തം കിട്ടുന്നുണ്ട്? ഇതിനകത്ത് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു ദൂതാണ് ഇപ്പം കർത്താവ് പറയുന്നത്. നമ്മൾ വിചാരിച്ചേക്കാം അവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്. അവരങ്ങനെ പെരുമാറുന്നത് നല്ലതാ. കാര്യം അവരങ്ങനെ പെരുമാറിക്കഴിയുമ്പോൾ അവരിരുന്ന് ദിവസങ്ങളോളം ചിന്തിക്കും വേണ്ടായിരുന്നെന്ന്. കാര്യം അവരങ്ങനെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും തുറക്കാത്തതൊക്കെ തുറന്നു വരികയാണ്. ഒരിക്കലും വിചാരിക്കാത്തതെല്ലാം പൊട്ടി വരികയാ. ഹോളി സ്പിരിറ്റ് ഇന്ന് രാവിലെ ചിലരെ തൊട്ട് സംസാരിക്കുന്നു. നീ വിഷമിക്കണ്ടെന്നേ. മാനുഷികമായിട്ട് നിനക്കൊരപ്പനും അമ്മയുമുണ്ട്. മാനുഷികമായി നീ ഒരു ചർച്ചിൻ്റെ മെമ്പറാണ്, നിനക്കൊരു പാസ്റ്ററുണ്ട്. മാനുഷികമായിട്ട് നിന്നെ പ്രാർത്ഥനയിൽ വഹിക്കുന്ന കുറേ ദൈവമക്കൾ മാനുഷികമായിട്ടുണ്ട്. എന്നാൽ ഈ മാനുഷിക തലത്തിനപ്പുറത്തൊരു അമാനുഷിക തലത്തിൽ അവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ആൾ അവൻ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ പറയുന്നു, നിനക്ക് തിന്മയായതെല്ലാം അവൻ നന്മയാക്കി മാറ്റാൻ പോകുകയാ. കേൾക്കുന്നവർ മാത്രം നന്നായിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഈ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ ഞാനിവിടെ വന്നപ്പോൾ പ്രസംഗിച്ച് പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പുതിയ കുറേ ചിന്തകൾ ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിച്ചതുകൊണ്ട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പഴയ നിയമത്തിലെ ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് വലിയ ഒരു പ്രയാസം നിറഞ്ഞ പ്രതിസന്ധിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് പുറപ്പാട് എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുന്നത്. ജോസഫിനെ അറിയാത്ത ഒരു ഫറവൻ രംഗത്ത് വരുന്നു. ഇസ്രായേൽ ജനത്തെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്നു. ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ കഷ്ടപ്പാടുകളുടെ ഇടയിൽ ജനം വർദ്ധിച്ചു വന്നെന്നൊരു പദം പരിശുദ്ധാത്മാവ് എഴുതാൻ മറന്നില്ല. അതെന്തിനാണ് അത്ര അഡ്രസ്സ് ചെയ്യുക? ചില പദങ്ങൾ വേദപുസ്തകത്തിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറേ നേരം ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്രയും പ്രയാസം ഉണ്ടായിട്ടും വർധനവിനെ തടയാൻ പറ്റിയിട്ടില്ല. വർധനവിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതിൻ്റെ നടുവിൽ വർദ്ധിച്ചൊരു ഗ്രൂപ്പ്. പുറപ്പാട് വായിക്കുമ്പോൾ ദേഹം കോരിത്തരിക്കുന്നൊരു ഭാഗമാണ്. വർധനവിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി രഹസ്യ അജണ്ട കൊട്ടാരത്തിൽ നടന്നപ്പോൾ സ്വർഗത്തിലൊരു മഹാപദ്ധതി നടന്നു. അതിനെ തടുക്കാൻ പറ്റത്തില്ല.
ഇന്ന് രാവിലെ ഈ ഹോളിൽ ഇരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, നിന്റെ വർധനവിനെ തടുക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആരെങ്കിലും അതിനെ തടുക്കാൻ ശ്രമിച്ചാൽ നീ പെരുകിക്കൊണ്ടിരിക്കും. ഈ ചർച്ച് വളർന്നു പെരുകും. ഈ ചർച്ച് 10,000-കണക്കിന് ആളുകൾ കൂടുന്ന സഭയായി മാറുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര ദൈവമക്കൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? തിരുവനന്തപുരത്ത് 10,000 പേര് കൂടുന്ന ചർച്ചില്ല, പക്ഷേ നമ്മുടെ ചർച്ച് 10,000 പേര് കൂടുന്ന ചർച്ചായി മാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ വിചാരിക്കരുത്, നിന്റെ നേരെ ഇതുവരെ ആരുടെ നേരം വരാത്ത കെണികളും ആയുധങ്ങളും അമ്പുകളും വരുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചു കൊള്ളുക, നീ പോലും അറിയാത്ത ഒരു വർധനവ് നിന്റെ അകത്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വർധനവ് ഇന്ന് രാവിലെ റിലീസാകാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം അതിനെ സ്പീക്ക് ചെയ്യണം. എല്ലാ മേഖലയിലും, സാമ്പത്തിക മേഖലയിൽ, ആത്മീയ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, തലമുറകളോട് ബന്ധപ്പെട്ട്, ജീവിതത്തോട് ബന്ധപ്പെട്ട്, പ്രയർ ലൈഫുമായി ബന്ധപ്പെട്ട്, നിന്റെ സ്പിരിച്വൽ ഏരിയകളുമായി ബന്ധപ്പെട്ട് നീ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു വർധനവിന്റെ സീസൺ ഇന്ന് രാവിലെ തുറക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ റിലീസാകുന്നത് വിശ്വസിക്കുന്നവരുടെ മേൽ റിലീസാകുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ അത് റിലീസാകുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ അത് റിലീസാകുന്നു. വിശ്വസിക്കുന്നവരതിനെ സ്വീകരിച്ചു വേണം. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, ചുറ്റുപാടുകളെ നോക്കണ്ട. എന്തുകൊണ്ടെന്നാൽ ഇത് നിന്റെ തലയിലോട്ട് വന്ന് വീഴുകയാണ്. ഞാൻ ഈ ദൂത് വിളംബരം ചെയ്യുന്നത് 1 മണിക്കടുക്കുന്ന 12:55 ഈ ദൂത് റിലീസ് ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ, ഈ ടൈം മുതൽ നിന്റെ മേൽ ആ മഹത്വം തീ പോലെ ഇറങ്ങി വരികയാണ്. എവിടെയോ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയതിനെ പൊളിക്കുന്ന ദൈവത്തിന്റെ വർധനവിന്റെ കരം തൊടുന്നു 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 തൊടുന്നു. ശക്തമായി പരിശുദ്ധാത്മാവ് തൊടുന്നു. ശക്തമായി പരിശുദ്ധാത്മാവ് തൊടുന്നു. ശക്തമായി പരിശുദ്ധാത്മാവ് തൊടുന്നു. ഒരു പ്രവചന വാക്ക് പറയാൻ ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. തലമുറകളുമായി ബന്ധപ്പെട്ട് ബ്ലോക്കായി കിടക്കുന്ന സിസ്റ്റം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിച്ചു പൊളിക്കുകയാ. ഓഫ്ലൈനിലും ഓൺലൈനിലും തലമുറ റിലേറ്റഡായി പിശാച് ഒരുക്കിയ കുരുക്കുകളെ അടിച്ചു പൊട്ടിക്കുന്ന ദൈവ സാന്നിധ്യം ശാല ബാര ദാര ജാല ബന്ധരാധരം ജലേദിയാര ജാല വൈഡമാന ഹസ്തനാധിയാര അൽഖബാരധാര ഗന്ധരാധരം ജലം ധരേധിയാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടുത്ത ഒരു പദം പറയാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. എന്നും നീ ബന്ധനങ്ങളുടെ കീഴിലല്ല, എന്നും നീ അടിമയല്ല, എന്നും നീ തലകുനിക്കേണ്ടി വരത്തില്ല, എന്നും നീ കരഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരത്തില്ല. ഏതു നുകം നിന്റെ തല കേറിയോ ആ നുകത്തെ പൊട്ടിക്കുന്ന ദൈവശക്തി ഇന്ന് രാവിലെ വ്യാപരിക്കുന്നു. Hara bahara hasama hara bahandara leptagara maragateredaram chaladiyara leptakariyandaram chalabandharadiyara. യേശുവിൻ നാമത്തിൽ വലിയ ദൈവശക്തി ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കർത്താവിനോട് പറയുന്നു, ഏതു നുകം നിന്റെ തലമേൽ കയറിയോ ആ നുകത്തെ ഈ രാവിലെ അഭിഷേകം കൊണ്ട് നീ പൊളിക്കുകയോ. ശബല ധരബ റബല സദര ജലഗ രമന സദനം ജാനം ധേരി അർക്കറ്റാര സാരസ്മാന സെച്ചരാധിയാര. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ.
യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. വീണ്ടും പ്രവചിക്കാൻ പറയുന്നു, നിന്റെ വീടിൻ്റെ അകത്ത് ഏതോ ഒരു മാനുഷിക ശക്തിയുടെ രഹസ്യ അജണ്ടയല്ല നടക്കാൻ പോകുന്നത്. നിന്റെ വീടിനകത്ത് സ്വർഗീയ അജണ്ടയാണ് നടക്കാൻ പോകുന്നത്. ഈ ഫാസ്റ്റിങ്ങിന്റെ ഒന്നാമത്തെ പകൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവചിക്കാൻ ദൈവം നിർബന്ധിക്കുന്നുകൊണ്ട് പറയുന്നു, നിന്റെ വീടിൻ്റെ അകത്ത് ഏതോ അദൃശ്യ ശക്തികളുടെ രഹസ്യ അജണ്ടയല്ല, ദൈവത്തിന്റെ മഹാ അജണ്ട നിന്റെ വീടിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. Hara bahara hasama hudara laba lemta kalbara hasama harakaziantara lemta gara mara gasiantara jalam jaredi ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ദൈവ കൃപയ്ക്ക് നന്ദി പറയുകയാണ്. ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ അതിനേക്കാളും അത്ഭുതം തോന്നും. ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അത്ഭുതം തോന്നാൻ കാര്യം ഒന്നാം അധ്യായത്തിൽ ജനിക്കുന്ന ആൺതലമുറകളെ കൊല്ലണമെന്നാണ്. പക്ഷെ രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അത്യുത്സാഹം തോന്നും. അത്യുത്സാഹം തോന്നാൻ കാര്യം എന്താണെന്നറിയോ? ഒരു ലേവ്യ പുരുഷൻ ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. ആമേൻ. എന്താ ഈ 40 ലക്ഷം പേർ അല്ലെങ്കിൽ ഒരു 20 ലക്ഷം പേരുടെ കൂട്ടത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ട് സമ്മേളിക്കുന്ന കാര്യം വേദപുസ്തകം എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്നാം അധ്യായത്തിലെ നിയമത്തെ പൊട്ടിക്കുന്നത് എന്തോ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തു. ഇന്ന് രാവിലെ ഞാൻ ആ വചനത്തിന്റെ വെളിപ്പാട് പറയാം. ഒന്നാം അധ്യായത്തിൽ നിൽക്കുന്ന നിയമത്തെ പൊട്ടിക്കാൻ രണ്ടാം അധ്യായത്തിൽ ദൈവം ഈ കാര്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ജനിതക പദ്ധതിയെ ബ്ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തെ അതേ ജനിതക പദ്ധതിയിലൂടെ ആ ബ്ലോക്കിനെ പൊട്ടിക്കാൻ ഞാൻ വചനം പറയുന്ന ഒരാൾ മാത്രമല്ല, ഒരു പ്രവാചകനും കൂടെ ആയതുകൊണ്ട് പറയാം, ജനറേഷനെ തൊട്ടാൽ ദൈവം എഴുന്നേറ്റ് വരുമോ? ദൈവം ഉപയോഗിക്കേണ്ട ജനറേഷനെ തൊട്ടാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവം കണ്ട ജനറേഷനെ തൊട്ടാൽ ദൈവം മിണ്ടാതിരിക്കത്തില്ല. ദൈവം പ്രയോജനപ്പെടുത്തേണ്ട ജനറേഷനെ തൊട്ടാൽ അവൻ മിണ്ടാതിരിക്കത്തില്ല. നീ പോലും ചിന്തിക്കാത്ത ഒരു റിവൈവൽ ജനറേഷനെ നിന്റെ അകത്ത് ദൈവം മറച്ചിട്ടിട്ടുണ്ട്. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഒരു വലിയ ജനറേഷനെ ഈ മീറ്റിംഗ് എഴുന്നേൽപ്പിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ ലൈവിൽ കേൾക്കുന്ന ഒത്തിരി ഇടത്തുനിന്ന് പുതുതായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒത്തിരി യൗവനക്കാർ ചാടി എഴുന്നേറ്റ് വരുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിച്ചു തരുന്നു. ഈ രാവിലെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ജനറേഷനെ തൊടുന്ന ഒരു വ്യത്യസ്ത അഭിഷേകം ഇന്ന് രാവിലെ ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു. ജനനത്തിൽ അതീവ സുന്ദരനായിരുന്നു. 3 മാസം ഒളിപ്പിച്ചു. 3 മാസത്തിന് ശേഷം ഞാങ്ങണം പെട്ടകത്തിൻ്റെ അകത്ത് വെച്ച് നൈൽ നദിയുടെ സമീപത്ത് കൊണ്ടുവന്ന് രാജകുമാരി കുളിക്കുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു കടലിൽ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. രാജകുമാരി വരുന്നു, പെട്ടകത്തിനകത്തിരിക്കുന്ന കുഞ്ഞിനെ കാണുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. രക്തം ചെയ്യാം. ചില തലമുറ ജനിക്കുന്നത് ഡെലിവറൻസുമായിട്ടാണ്. ആമേ ആമേ. ജനിച്ചപ്പോൾ നാവിന് വിക്കുണ്ടായിരുന്നു. പക്ഷെ ആ വിക്കുന്ന നാവിൽ പറഞ്ഞതൊന്നും അമ്മയ്ക്ക് മനസ്സിലായി കാണത്തില്ല. 3 മാസം പ്രായമായ എന്തോ സംസാരിക്കാനാ. എന്നാൽ ഒരു ചെറിയ ചിരിയും വായിട്ടനക്കുന്ന അതിൻ്റെ അതെല്ലാം ദൂതുണ്ടായിരുന്നു. അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു.
ഇച്ചിരി ഇച്ചിരി വരുന്ന ആ ശബ്ദമില്ല, അതിൻ്റെ അകത്തൊരു ദൂതുണ്ട്, ഉടനെ കൊട്ടാരത്തിൽ കയറാൻ റെഡി ആയിക്കോളാം. ആ ചിരിക്കകത്ത് ദൂതുണ്ടായിരുന്നു, ഉടനെ കൊട്ടാരത്തിൽ കയറാൻ റെഡി ആയിക്കോളാം. ചിലത് ജനിക്കുന്നതേ ലൈഫ് മാറ്റാൻ വേണ്ടിയാ. ഒരു സ്പിരിച്വലി ഞാനതിനെ വ്യാഖ്യാനിക്കാം. ഈ ജനറേഷനെ തൊടുന്ന ദൂതായതുകൊണ്ട് പറയാം, ചിലത് ജനിക്കുന്നതേ, ദൈവം ചിലതിനെ ജനിപ്പിക്കുന്നതേ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാ. സീസൺ ചേഞ്ച് ചെയ്യുന്ന, അന്തരീക്ഷം ചേഞ്ച് ചെയ്യുന്ന, മൊത്തം ചേഞ്ചിങ് നടക്കുന്ന ചിലതിനെ ജനിപ്പിക്കുന്ന പ്രാർത്ഥനയായിരിക്കും ഈ ഫാസ്റ്റിംഗ് പ്രയർ. ഈ ഫാസ്റ്റിംഗ് പ്രയർ അങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ആയിരിക്കും. ഒന്നാമത്തെ ദിവസം ആത്മനിയോഗത്തിൽ അതിനെ ഡിക്ലെയർ ചെയ്യുക. അവൻ കൊട്ടാരത്തിൽ കയറി, പിറകെ അമ്മയും കയറി. ചില ആൺപിള്ളേരങ്ങനെയാണ്, ക്ഷമിക്കണം, ചില പെൺപിള്ളേരും അങ്ങനെയാണ്. അവർ ജനിക്കുന്നത് ഡെലിവറൻസുമായിട്ടാണ്. അവർ ജനിച്ചാൽ അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് മാറും. ഡെലിവറൻസ് ജനറേഷൻ. കൊട്ടാരത്തിൽ കയറുന്നു, കൊട്ടാരത്തിൽ വളരുന്നു, കൊട്ടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു. അവിടെ നിന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗത്തിലേക്ക് വരിക, അവിടെ നിന്ന് ഓടുക. അവിടെ നിന്നൊരു 40 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കണ്ട. ഇഷ്ടക്കേട് കൊണ്ടല്ല, ഇഷ്ടമാണ്, നിൽക്കാൻ ഇഷ്ടമാണെങ്കിലും ആത്മാവ് സമ്മതിക്കത്തില്ല. ചില പീരീഡ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പ്ലോട്ടിൽ നിന്ന് അടുത്ത പ്ലോട്ടിലേക്ക് ചേഞ്ച് ചെയ്യും. പിടിവാശി കാണിക്കാതെ ഒരു സംഭവം ദൈവാത്മാവിനാൽ ഒരുങ്ങി വന്നത് ഒരു സഹോദരൻ ഇസ്രായേലി സഹോദരൻ ഒരു മിസ്രൈമി സഹോദരനുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോഴത്തേന് മോശയ്ക്ക് ദേഷ്യം തോന്നിയിട്ട് ഒരു അടി കൊടുത്തു. ഒറ്റയടി അടിച്ചുള്ളായിരിക്കും, അവൻ ചത്തുപോയി. ദൈവത്തിന് മുഖത്തുണ്ടാട്ട് അവനെ ഒറ്റയ്ക്ക് കുഴിച്ചിട്ടു, ഒരു കുഞ്ഞുങ്ങളും അറിയാതെ ഒറ്റയ്ക്ക് കുഴിച്ചിട്ടു. പക്ഷെ അത് ഭയങ്കര വാർത്തയായപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓടേണ്ടി വന്നു. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞിടെ അത് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ മോസസിനെ കുറിച്ച് അവിടെ എഴുതിയേക്കുന്നത് കൊലപാതകി എന്നല്ല. അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് കണ്ടിട്ട് അവൻ അവിടുന്ന് ഓടിപ്പോന്നാണ്. അപ്പം ഞാനത് വായിച്ചിട്ട് പൗലോസിനോട് ചോദിച്ചു, പൗലോസേ, അവൻ ഒരാളെ അടിച്ചു വന്നിട്ടല്ലേ അവിടുന്ന് ഓടിപ്പോകുന്നത്, പിന്നെ നീ എന്താ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പോൾ എന്നോട് പെട്ടെന്ന് പറയുക, എനിക്ക് മനസ്സില്ല മറ്റൊരു ദൈവദാസൻ്റെ കുറ്റം പറയാൻ. ശക്തിയോടെ ഒരു ഹാല്യ പറയാ. അവൻ അടിച്ചു കൊന്നതായിരിക്കും, പക്ഷെ എനിക്ക് പറയാൻ മനസ്സില്ല. അവൻ അങ്ങനെ ഓടിയതാന്ന് പറഞ്ഞ് ഉപയോഗിക്കപ്പെട്ട ഒരുത്തനെ കളങ്കപ്പെടുത്തി എഴുതാൻ എനിക്ക് മനസ്സില്ല. സ്തോത്രം പറയോ. അവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടി നേരെ ഇത്രോവിൻ്റെ വീട്ടിൽ വരുന്നു. ഇത്രോവിൻ്റെ വീട്ടിൽ 40 വർഷം താമസിച്ചു. 40 വർഷത്തിൻ്റെ ഏകദേശ സമയം 89ാമത്തെ വർഷത്തിലേക്ക് എത്തിയപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ ഭാഗത്തിലേക്ക് വരികയാണ്. 89ാമത്തെ വർഷത്തിലേക്ക് എത്തിയപ്പോൾ നമ്പർ ഓഫ് ഇടയന്മാർ, ഒരുപാട് ഇടയന്മാർ വന്ന് ഈ ഹോരേബിൽ കിടക്കാറുണ്ട്. ഹോരേബിൻ്റെ അടുത്ത് വന്ന് കിടക്കാറുണ്ട്. എല്ലാ പ്രാവശ്യങ്ങളും ഇവർക്ക് പരിചിതമായൊരു സ്ഥലമാണ് ഹോരേബ്. അവിടെ വന്ന് ഇവർ വിശ്രമിക്കാറുണ്ട് ആടുകളുമായിട്ട്. പക്ഷെ അന്നൊരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ആകാശത്ത് നോക്കി കിടക്കുമ്പോൾ, പർവ്വതത്തിൻ്റെ മുകളിൽ അതുവരെ കാണാത്തൊരു തീ കണ്ടു. ആമേ. ഈ ഹൈലി ആൻഡ് ഹോളി വിസിറ്റേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമായി ക്രൈസ്റ്റ് സെൻറ്റർ സഭ മാറും. കേൾക്കാമെങ്കിൽ പറയാം. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഇൻവിസിബിൾ ലോകമാണെങ്കിൽ, ഗ്ലോറി എന്ന് പറയുന്നത് വിസിബിൾ ലോകമാണ്. ദൂതന്മാർ ഇവിടെയുണ്ട്, കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ സാന്നിധ്യമുണ്ട്, പക്ഷെ ദൂതന്മാരിവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. പാടിപ്പത് അനുഭവിച്ചു, പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്നു. പക്ഷേ ഏഞ്ചൽസിനെ ഇവിടെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഗ്ലോറിയുടെ അറ്റ്മോസ്ഫിയർ ഇവിടെ ഓപ്പണായാൽ ഇൻവിസിബിൾ ലോകം മാറി അത് വിസിബിൾ ലോകത്തിലേക്ക് പ്രവേശിക്കും. ഞാൻ ഈ പറഞ്ഞിടുന്ന വാക്ക് നിങ്ങൾ ഓർമ്മയിൽ കരുതിക്കൊള്ളുക. ദൂതന്മാരെ ലിറ്ററലി കാണുന്ന ഒരു അന്തരീക്ഷം അടുത്ത 21 ദിവസത്തിനകത്ത് ചർച്ചിൻ്റെ അകത്ത് നടക്കും. ചിലരെ അക്ഷരീകമായിട്ട് ആത്മാവ് തൊടുന്നത് ചിലർ ശരീരത്തിൽ അനുഭവിക്കും. ചിലരുടെ ഷോൾഡറിൽ, ചിലരുടെ തലയിൽ, ചിലരുടെ കയ്യിൽ ഒക്കെ പരിശുദ്ധാത്മാവ് തൊടുന്നത് അനുഭവിക്കൂ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നന്നായിട്ട് കർത്താവിന് മഹത്വം കൊടുത്തോണം. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ
സ്പെസിഫൈ ചെയ്ത് നിന്റെ തലമേൽ, നിന്റെ ഷോളറിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരം ഇതിനകത്ത് ഇറങ്ങി വരും. കർത്താവിൻ്റെ ദാസനെ, നിങ്ങൾ പാടുമ്പോൾ ദൂതന്മാർ അക്ഷരികമായിട്ട് ഇതിനകത്തൂടി നടക്കുന്നത് കാണും. ഇതിനകത്ത് പ്രസംഗിക്കാൻ വരുന്നവർക്ക് പ്രസംഗിക്കാൻ പറ്റാത്തതുപോലെ ഏഞ്ചൽസ് ഇറങ്ങി നിൽക്കുന്ന ആത്മതലം ഇതിനകത്ത് തുറക്കപ്പെടും. ഞാനത് ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുകയാണ്. വിശ്വസിച്ച് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാകത്തിൽ നിനക്ക് മറഞ്ഞു കിടക്കുന്ന ഒരു ആത്മലോകം ഇന്ന് രാവിലെ മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനെ ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? ശക്തിയോടെ അങ്ങനെയുള്ളവർ തൊടുന്നു 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 തൊടുന്നു. ശാൽബ റബ ഹറ ബഹസിയാന്തര ജാലബന്ധരാധര ലബ്ധകാരഭാരകസിയാന്തരം ജലാധിയാര. ഞാൻ ആരാധിക്കുന്ന ദൈവം സംസാരിക്കുന്ന ദൈവമാ. ഞാൻ ആരാധിക്കുന്ന ദൈവം കാണുന്ന ദൈവമാ. ഞാൻ ആരാധിക്കുന്ന ദൈവം തൊടുന്ന ദൈവമാ. ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നോട് സംസാരിക്കാൻ കഴിവുള്ള ദൈവമാ. ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ കൂടെ നടക്കുന്ന ദൈവമാ. എന്ന് വെച്ചാൽ എല്ലാ അംഗങ്ങളും ചലിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെങ്കിൽ ഈ ദൈവത്തിന് എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചുകൂടാ? ഈ ദൈവത്തിന് എന്തുകൊണ്ട് എന്നെ തൊട്ടുകൂടാ? ഇന്ന് രാവിലെ നിന്നെ തൊടാൻ വേണ്ടി, നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഈ ഹോളിനകത്ത് അവൻ ഇറങ്ങി നടക്കുന്ന മണിക്കൂറുകൾ. ജയം വ്യാപരിക്കട്ടെ. ഈ ഫാസ്റ്റിംഗിന്റെ അകത്ത് നിങ്ങളുടെ ഒരു പ്രധാന വിഷയമായിട്ട് മാറട്ടെ. മോശയുടെ അടുത്ത് ഇറങ്ങി വന്നവൻ, സമൂവേലിനെ വിളിച്ചവൻ, നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വരണം. നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി നടക്കണം. പ്രവാചക ശബ്ദങ്ങളും പാസ്റ്റേഴ്സിന്റെ ശബ്ദങ്ങളുടെ അപ്പുറത്ത് ഈ പുസ്തകത്തിലെ ദൈവം നിന്റെ മുറിക്കകത്ത് ഇറങ്ങി സംസാരിക്കുന്ന മണിക്കൂറുകൾ, നിന്നെ തൊടുന്ന മണിക്കൂറുകൾ. എത്ര പേർ അതിനെ റിസീവ് ചെയ്യുന്നുണ്ട്? എത്ര പേർക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട്? ആ പ്ലാറ്റ്ഫോം തുറക്കാൻ ദൈവം ഇന്ന് രാവിലെ റെഡിയാകുന്നു. അവൻ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചില്ല. എനിക്ക് അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിച്ചില്ല. അവനിങ്ങനെ എല്ലാരും കിടക്കുന്ന കൂട്ടത്തിൽ കിടക്കുക. പക്ഷേ മുകളിൽ ഒരു ഭയങ്കര തീ. ആമേൻ. കൂട്ടത്തിൽ കിടക്കുന്ന എല്ലാരും തീ കണ്ടു. ആരെയും വിളിച്ചില്ല. പക്ഷെ ഒരാൾക്ക് മാത്രം കയറി ചെല്ലാൻ ആഗ്രഹം. ആമേൻ. ഇത്ര ആളുകൾ വന്നിട്ടുണ്ട്. ചില വചനം വരുമ്പോൾ എല്ലാരും ചാടി എഴുന്നേക്കാറില്ല. ചിലർ മാത്രം ചാടി എഴുന്നേക്കുന്നു. നിർബന്ധിക്കുകയല്ല കേട്ടോ. ഇത്രയും വചനം വരുമ്പോൾ എല്ലാരും കൈയടിക്കത്തില്ല. പക്ഷെ ചിലർ ഭയങ്കരമായിട്ട് കൈയടിക്കുന്നു. ഇത്രയും വചനം വരുമ്പോൾ ചിലർക്ക് ദേഹത്തിന് ഒതുക്കാൻ പറ്റുന്നില്ല. ചിലർ റിസീവ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. എല്ലാരും ആ കാഴ്ച കണ്ടു. ആർക്കും കയറിപ്പോകാൻ തോന്നുന്നില്ല. ഒരുത്തന് മാത്രം കയറിപ്പോകാൻ തോന്നുന്നു. എന്താ അതിന്റെ കാര്യം? അവന്റെ അകത്ത് കിടക്കുന്ന വിളി. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. എൻ്റെ ഉള്ള ഭയങ്കരമായി സന്തോഷിക്കുന്നു. എൻ്റെ അടുത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, വിളിയുള്ള ഒത്തിരി എണ്ണം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിളിയുള്ള ഒത്തിരി എണ്ണം വന്നിട്ടുണ്ട്. ആ പാർക്കുന്ന ദേശത്തിന്റെ സ്വഭാവം മാറ്റുന്ന, പാർക്കുന്ന പട്ടണത്തിന്റെ സ്വഭാവം മാറ്റുന്ന, പാർക്കുന്ന സംസ്ഥാനത്തിന്റെ സ്വഭാവം മാറ്റുന്ന, പാർക്കുന്ന അന്തരീക്ഷത്തിന്റെ സ്വഭാവം മാറ്റുന്ന വിളിയുള്ള ഒത്തിരി എണ്ണം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ അവരുടെ മേൽ പുതപ്പിടും. ഇന്ന് പകൽ ഞാൻ അവരുടെ മേൽ എൻ്റെ കൈവെക്കും. തൊടുന്നു. അങ്ങ് ബാക്കിലേക്ക് ഒത്തിരി എണ്ണത്തെ തൊടുന്നു. ഇരിക്കാൻ പറ്റാതെ വണ്ണ കൈ ചിലതിന്റെ ദേഹത്ത് അടിക്കുന്നു. ശക്തമായിട്ട് അടിക്കുന്നു. സ്വീകരിക്കുന്നതിനെ സ്വീകരിക്കുക.
നീ വിചാരിച്ചതല്ല നീ ഒരു സാധാരണ പ്രയറിന്റെ അകത്ത് കയറി വന്നെന്നോ. നീ വിചാരിച്ചതല്ല ഇതൊരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ തുടക്കമാ, ഇതൊരു സാധാരണ പ്രയർ ഇതിനകത്ത് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് കയറി വന്നതാണോ? അല്ല. വിളിയാ നിന്നെ കൊണ്ടുവന്നത്, വിളിയാണ് നിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നേ. ഈ സ്റ്റെപ്പ് കയറി നീ കയറി വന്നത് വിളിക്കപ്പെട്ട പ്ലാറ്റ്ഫോമിലേക്ക്. Shala bara hara bala handa raba jala smana ramda kala mara hasiyan darajala lete kelboria sakal bara hasiyan darajala diara. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഈ ഹോളിന്റെ അകത്ത് എന്നോടൊപ്പം നിന്നവൻ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നു. എന്നോട് കർത്താവ് പറയുന്നു, മോനെ നീ വീണ്ടും പറ, വിളിയുള്ള ചിലത് ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. ഈ പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന, ആത്മലോകത്തെ കടന്നു പിടിച്ച കൗലിടയന്മാരെ അടിച്ചു പുറത്താക്കുന്ന, ആത്മലോകത്തെ നശിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരെ അടിച്ചു പുറത്താക്കുന്ന, ആത്മലോകത്തെ നശിപ്പിക്കുന്ന പൈശാചിക പദ്ധതികളെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ചിലതിനെ തൊടുന്നു. ദൈവ സാന്നിധ്യം തൊടുന്നു, 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 ദൈവമഹത്വം തൊടുന്നു, ദൈവശക്തി തൊടുന്നു. ഷാബഹറ ബഹറ ഹസിയാന്തരാജല ലെബ്തഗ രഗാസിയാന്തരം ജാലബന്ധരേ. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഇന്ന് രാവിലെ മുതൽ കർത്താവ് പറയുന്നു, നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. നീ ചുമക്കുന്ന അഭിഷേകം തെളിയിക്കപ്പെടാൻ പോവുക. നിന്റെ അകത്ത് കിടക്കുന്ന വിളിയ എല്ലാവർക്കും ഇല്ലാത്ത ഉത്സാഹം നിനക്ക് തന്നേക്കുന്നേ. ചിലരായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ പുസ്തകം അടക്കി വെച്ച് പോയേനെ, ചിലരായിരുന്നു പണ്ടേക്ക് പണ്ടേ എല്ലാം ഇട്ടിട്ട് പോയേനെ. എന്നിട്ടും നീ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് ആറമേലും വീഴാത്തൊരു വിളി വീണിട്ടുണ്ട്. ഒരു അസാധാരണ വിളിയുള്ള ചിലത് ഇന്ന് രാവിലെ പുറത്തു വരുമെന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു, നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. എനിക്കത് തോന്നാതിരുന്നില്ല, പക്ഷേ എനിക്കൊരു അസാധാരണ വിളിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് തോന്നാതിരുന്നില്ല, പക്ഷെ എൻ്റെ നാക്ക് തടിച്ചതാ. എന്നെ പോലെ പ്രവചനം കേട്ട ഒരാൾ വേറെ ഇല്ല, പക്ഷെ എൻ്റെ സാഹചര്യം മോശമാണ്. ആര് വന്നാലും എൻ്റെ തലയിൽ കൈ വെക്കാതെ പോകത്തില്ല, പക്ഷെ എനിക്ക് കയറി വരാൻ ഒരു സാധ്യതയില്ല. ആമേൻ. കർത്താവ് പറയുന്നടാ, വിളിയിട്ടത് ഞാനാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നവർ നിൽക്കുമ്പോൾ തടിച്ച നാവുള്ളവനെ പൊക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ നിന്നെ ഇന്ന് രാവിലെ പൊക്കും ദൈവം. ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലത് കനമുള്ളൊരു കൈ ചുമന്നിരിക്കും, ഉറപ്പായിട്ട് ചുമന്നിരിക്കും. കനമുള്ളൊരു കൈ ചിലതിൻ്റെ തലേ വന്നിരിക്കും. അതെനിക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കോൺഫിഡൻസാണ്. രക്തം ജയം. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് നന്ദി. അവൻ കയറി വരിക. അവൻ പറഞ്ഞു, ഞാൻ കയറി പോകാൻ പോവാ. കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, രാത്രിയാ, ബുദ്ധിമുട്ടാകും. സത്യം പറഞ്ഞാൽ ഈ ഒരു ദൈവിക എൻകൗണ്ടറിന് ബ്ലഡ് റിലേഷൻ വരെ തടസ്സമാകും. നിങ്ങൾ
നിങ്ങൾ എടുക്കാൻ പറ്റുന്നവരെടുത്തോ. അവർ മോശക്കാരാണെന്നല്ല പറഞ്ഞത്, കുഴപ്പമുണ്ടാക്കുമെന്നോ കുടുംബത്തകർച്ച ഉണ്ടാക്കുന്ന ദൂതല്ലിത് കേട്ടോ. നിനക്കൊരു റൈറ്റ് എൻകൗണ്ടറിൻ്റെ ടൈമിൽ ചിലപ്പം അവർ സ്നേഹത്തോടെ പറയുന്നതായിരിക്കും അത്, പക്ഷെ അതിനെ എടുക്കാൻ പോകരുത്. ആമേ. നല്ല സുഹൃത്തുക്കൾ, ഉപദേശം തരുന്ന നല്ല സുഹൃത്തുക്കൾ കാണും, പക്ഷേ ആ എൻകൗണ്ടറിന് ആ ഉപദേശം തടസ്സമായിരിക്കും. ചിലത് വല്ലാതെ ചുമന്നാൽ കാണേണ്ടത് കാണാൻ പറ്റത്തില്ല. രാത്രിയാണ്, ഹെർക്കുലിൻ ടാസ്ക്കാണ്, കയറി ചെന്നാൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവഗണിക്കുന്ന ഒരാൾ എന്താ കാര്യം എന്നറിയോ? കണ്ടെത്തി തൻ്റെ അകത്ത് പിടിച്ച് കഴിഞ്ഞു. അവൻ്റെ അകത്ത് കിടക്കുന്ന ഉൾവിളി അവനോട് പറയുക, നിന്റെ സമയമായി. ഈ രാവിലത്തെ സന്ദേശത്തിൽ ഇത് പറയാൻ ദൈവം നിർബന്ധിക്കുന്നത് കൊണ്ട്, വേറെ മെസ്സേജ് ഇല്ലാച്ചിട്ടല്ല, ഇത് പറയാൻ ദൈവം നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയും, നിന്റെ സമയമായി. ദീർഘനാളായിട്ടില്ലേ മിനിസ്ട്രി ഓറിയന്റഡ് ആയിട്ട് നീ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ദീർഘനാളായിട്ടില്ലേ പ്രയോജനപ്പെടാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? കർത്താവ് പറയുന്നു, സമയമായി. എത്ര പേർക്ക് അത് ശരസിലോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്? സമയമായി. ഇവിടെ ആര് ചലിച്ചില്ലേലും നീ ചലിക്കുമെന്ന് എനിക്കറിയാം. ഇവിടെ ഒരുത്തനും കയറി വന്നില്ലേലും നീ കയറി വരുമെന്ന് എനിക്കറിയാം. ഈ കത്തുന്ന തീ വേറെ ആർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. ഇത് കത്തിച്ചേക്കുന്നത്. ഇത് പർവ്വതത്തിന്റെ മുകളിൽ കത്തുമ്പോൾ ആ ദേശം മുഴുവനുള്ള ഇരുട്ടിനെ ഇത് പൊട്ടിക്കുമെങ്കിൽ, ഇത് കണ്ടോണ്ട് നീ കയറി വന്നാൽ, ഈ തീ നിന്റെ അകത്ത് കയറിയാൽ മിസ്രൈമിന്റെ അന്ധകാരത്തെ കത്തിക്കുന്നവനായി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രതികരിക്കുന്നവർ നന്നായി പ്രതികരിച്ചോണം. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഈ ദൂതിനെ വഹിക്കുന്നവർ നന്നായിട്ട് വഹിച്ചോണം. കർത്താവ് പറയുന്നു, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ കാണത്തുള്ളായിരിക്കും, ഒറ്റയ്ക്ക് ആരാധിക്കാൻ കാണത്തുള്ളാവാം, പക്ഷെ ആത്മാവിൽ സടകുടഞ്ഞോണം. നീ ഒരു തീയായി മാറാൻ പോകുകയാ. ദേഹം മുഴുവൻ തീ പിടിക്കപ്പെടുന്നത് പോലെ, ശരീരം മുഴുവൻ തീ പിടിക്കപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ തീക്കാറ്റ് വിശ്വസിക്കുന്ന ചിലതിന്റെ ദേഹത്ത് അടിക്കുന്നു, ശക്തമായിട്ട് അടിക്കുന്നു. ഇന്ന് രാവിലെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഒന്നാമത്തെ പകൽ തീയായി ദൈവം ഈ ഹോളിന്റെ അകത്ത് ഇറങ്ങി നടക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. തുടക്കം തീയേലാണെങ്കിൽ, തുടക്കം ദൈവശബ്ദം നേരിട്ടുള്ളതാണെങ്കിൽ, തുടക്കം ഒരു വിസിറ്റേഷനിലാണെങ്കിൽ, ഇനി അങ്ങോട്ട് മുമ്പോട്ട് തുറക്കാൻ പോകുന്നതെല്ലാം ചിന്തിക്കാൻ പറ്റാത്ത തലങ്ങളായിരിക്കും. ഈ ഫാസ്റ്റിംഗിന്റെ ഒന്നാമത്തെ പകൽ തുടക്കം തീയേൽ ആരംഭിക്കുകയാ. തുടക്കം ദൈവിക ഇടപാടിൽ ആരംഭിക്കുകയാ. നിന്നെ കത്തിക്കുന്നത് എന്തോ ഈ ഹോളിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുകയാ. അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നവർ തൊടുന്നു. ശക്തമായി പരിശുദ്ധാത്മാവ് തൊടുന്നു. എഴുതി തള്ളിയ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നിന്റെ ഓരോ ചുവടുവെപ്പിനകത്തും ഒരു വ്യത്യസ്ത ചലനമുണ്ട്, ഒരു വ്യത്യസ്ത നിയോഗമുണ്ട്. ആ ഇപ്പൊ ചാടി എഴുന്നേറ്റ ആ സഹോദരിയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ തലമേൽ ഇറങ്ങി വരുന്നു. ചുമക്കതിനെ.
സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാട് ഭൂമിയിലേക്ക് വരുന്നു. ദാ ഒരുത്തൻ കേറി വരുന്നു, അവനെ കണ്ടോ, അവന്റെ കൂടെ ഞാൻ നടക്കാൻ പോകയാ, അവന്റെ കൂടെ ഞാൻ നിൽക്കാൻ പോകയാ, അവന്റെ നാവിന്റെ മുകളിൽ എന്റെ നാവ് ഇന്നു മുതൽ ചലിക്കാൻ പോകയാ, അവന്റെ കൈയോടുകൂടെ എന്റെ കൈ ചലിക്കാൻ പോകയാ. ഇന്ന് രാവിലെ ചിലരോട് കർത്താവ് പറയുന്നു, ഇനി നിന്റെ ശബ്ദമല്ല ജനം കേൾക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം നിന്നിലൂടെ കേൾക്കുന്നു. Are you ready? Rama hasama hasiyandara naba hasiyandara jala. റിസ്ക് എടുത്തവരെ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. അത് ഭൗതിക ലോകത്തിലാണെങ്കിലും സ്പിരിച്വൽ ലോകത്തിലും റിസ്ക് എടുത്തവനെ വിജയിക്കത്തുള്ളൂ. സ്പിരിച്വൽ ലോകത്തിൽ റിസ്ക് എടുക്കുന്നവൻ തൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, ആത്മാവിൻ്റെ സഹായത്താല. ഒരുത്തൻ റിസ്ക് എടുക്കുക, അവൻ അണലിയെ പേടിയില്ല, തേളിനെ പേടിയില്ല, ചാകൂന്ന് പേടിയില്ല, കൊല്ലാൻ നിൽക്കുന്ന ഒന്നിനെയും പേടിയില്ല. അവൻ കയറി വരിക, അവന് പിടുത്തം കിട്ടി, എൻ്റെ ലൈഫ് മാറാൻ പോകുകയാ, എൻ്റെ ലൈഫ് മാറാൻ പോകുകയാ. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിന് ഭീഷണി വരുത്തുന്ന എന്തിൻ്റെയോ അടിവേര് പൊളിക്കുന്ന വിളിയിലോട്ടാ ഞാൻ കയറി വരാൻ പോകുന്നത്. Come on. Bara hara bala hasta raja lam tharedi leptagara baragasi anthara jaladharam jalediyara leptagara maragasi anthara jalam tharediyara. ദൈവത്തിന്റെ കൈവപ്പ് ഇന്ന് പകൽ ചിലതിന്റെ തലയിലോട്ട് വരിക, ശക്തമായി വരിക, ശക്തമായി വരിക, ശക്തമായി വരിക. എനിക്ക് അവിടുന്ന് മുമ്പോട്ട് ഓടാൻ പറ്റുന്നില്ല. അത്ര ശക്തമായി പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു, അത്ര ശക്തമായി പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു. നീ ആൾക്കൂട്ടത്തിന്റെ എവിടെ ഇരുന്നാലും നിന്റെ തലയിൽ ഈ പുതപ്പ് വരും. നീ വിളിയുള്ള ആളാണെങ്കിൽ നിന്റെ തലയിൽ ഈ കൈ വന്നിരിക്കും, നിന്റെ ദേഹത്തിൽ കൈ വന്നിരിക്കും. കാര്യം നീ എല്ലാരെയും പോലെ ഇതിനകത്ത് വന്ന് കയറിയതല്ല, അസാധാരണ നിയോഗത്തിലാ കയറിയിരിക്കുന്നത്. Sharaba haraba hasaba laba hatta haraba hasiyanda lamda gara mara hasi ram shakele here hesi. Thank you Holy Spirit. ഒരു 2-3 minutes അന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവ, അന്യഭാഷയുള്ളവരെല്ലാം ശബ്ദമുണ്ടാക്കിയ അന്യഭാഷകളിൽ അന്യഭാഷ അടയാളമായി കിട്ടിയിട്ടുള്ളവർ ഓൺലൈനിലും ഓഫ്ലൈനിലും അന്യഭാഷകളിൽ ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ, ഈ ഹോളിൽ ഇറങ്ങുന്ന അതേ ദൈവ സാന്നിധ്യം ചിലരുടെ മുറിക്കകത്ത്, ചിലരുടെ വാഹനത്തിനകത്ത്, ഓഫീസിനകത്ത്, വിശ്വസിക്കുന്ന ചിലരുടെ ജീവിത സാഹചര്യത്തെ ചേഞ്ച് ചെയ്യുന്ന എന്തോ ഒരു ഡീപ്പ് എൻകൗണ്ടർ ഈ ടൈമിൽ സംഭവിക്കാൻ പോകുന്നു. വിശേഷമായൊരു ദൈവിക സ്പർശനം ചിലതിന്റെ ദേഹത്ത് ഈ മിനിറ്റിൽ നടക്കാൻ പോകുന്നു. നിന്റെ അകത്ത് ദൈവം ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന, നിന്റെ അകത്ത് ഹയർ കോളിംഗ് ആയി ദൈവം മറച്ചു വെച്ച ഏറ്റവും ശ്രേഷ്ഠനായ ഒരു നേതാവിനെ, ലീഡറിനെ, ഒരു അപ്പോസ്തോലിക അഭിഷേകത്തെ ലെറ്റക്കൽബറ ഹസമഹുറ ഹസി അന്തരജാല ലംധകാര മാരഗസി അന്തരാജലാദി ലഗദുരി ജല ഗദരഗജന വൈഡമന ഹസ്തനാദിയാര അർമന സന്ധര ജാലബ റംധ കൽബ റഖസി അന്തര ലെറ്റകൽ ബോറിയ സകൽ മാര ഹസി അന്തരജാല
നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന് നന്ദി കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന് നന്ദി കർത്താവേ. ഞാൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് എൻ്ററായി തീയുടെ അടുക്കിലേക്ക് വരുമ്പോൾ തീക്കകത്ത് നിന്ന് ദ ഫസ്റ്റ് ടൈം അവൻ്റെ 80 വയസ്സ് വരെ കേൾക്കാത്തൊരു ശബ്ദം, അവൻ്റെ അകത്ത് കിടക്കുന്ന ദൈവം ഡിസൈൻ ചെയ്ത മനുഷ്യനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങുന്നു. ആമേൻ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാ. ആമേൻ. കൊട്ടാരത്തിൽ നീ വിശുദ്ധി സൂക്ഷിച്ചവനാ. ഇത്രോവിന്റെ വീട്ടിൽ നീ വിശുദ്ധി സൂക്ഷിച്ചവനാ. നിന്റെ ജഡത്തിൽ വേണ്ടും പോലെ കളങ്കങ്ങളൊന്നും തന്നെ ഇല്ല. നീ ഒരുത്തനെ അടിച്ചു വന്നല്ലാതെ വേറൊന്നും നിന്നെ കുറിച്ച് പറയാനില്ല. പക്ഷേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാ. അടുത്ത പദം കേട്ട് ആമേൻ പറയാൻ പറ്റുന്നവർ പറഞ്ഞോണം. ഇന്നു മുതൽ അങ്ങോട്ട് നിന്റെ വിശുദ്ധി എൻ്റെ വിശുദ്ധിയായിട്ട് മാറും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി. അടുത്ത ഒരു പ്രവചന വാക്കൂടെ പറയുന്നു. ഇനി നീ ചവിട്ടാൻ പോകുന്നിടത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ അത് പൊട്ടി തകരും. അശുദ്ധിക്കകത്താണ് നെഗറ്റീവ് സ്പിരിറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അശുദ്ധിക്കകത്താണ് പൈശാചിക ലോകത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. എന്നാൽ ആ അശുദ്ധിയെ പൊട്ടിക്കുന്ന ഒരുത്തൻ രംഗത്ത് വന്നാൽ അവിടെ പിന്നെ ഒരു പൈശാചിക ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദൈവം പറയുന്നു, ഇന്നു മുതൽ വിശുദ്ധി, എന്റെ വിശുദ്ധി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. രണ്ടാമത്തെ പദം, നിന്റെ വടി നിലത്തിടുക. അവൻ വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന വടി നിലത്തോട്ടിട്ടു. അതിൻ്റെ അകത്തൊരു പാമ്പ് മറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് വായിച്ചപ്പോഴത്തേക്കിന് കർത്താവിനോട് പറഞ്ഞു, ആ വടിക്കകത്തൊരു പാമ്പുണ്ട്, ആ പാമ്പിന് വിഷമുണ്ട്, അത് കടിച്ചാൽ ചാകും. ആമേ. മോശയോട് ദൈവം പറയാതെ പറഞ്ഞു, ഇതുപോലെ ഒരെണ്ണം നിന്റെ അകത്തുണ്ട്. ആമേ. കൊല്ലുന്ന ഒരെണ്ണം നിന്റെ അകത്തുണ്ട്. ഞാൻ വടിയെ ചേഞ്ച് ചെയ്യുക, അതുപോലെ നിന്നെ ഞാൻ ചേഞ്ച് ചെയ്യുക. ഇനി നിന്റെ അകത്ത് കൊല്ലുന്ന സ്പിരിറ്റ് അല്ല, ജീവിപ്പിക്കുന്ന സ്പിരിറ്റിനെ. ഇനി നിന്റെ വാക്കാരെ മുറിവേൽപ്പിക്കത്തില്ല. ഇനി നീ ആരെ തളർത്തത്തില്ല. ഇനി നീ ആരെ താഴ്ത്തത്തില്ല. നിന്റെ വാക്കുകൊണ്ട് നീ ചിലരെ എഴുന്നേൽപ്പിക്കോ. നിന്റെ വാക്കുച്ചരിക്കുന്നിടത്തെല്ലാം മരണം മാറും, അവിടെയെല്ലാം ജീവൻ വ്യാപരിക്കും. എത്ര പേർക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദൈവം അവനോട് പറഞ്ഞു വിടുകയാ, ഞാൻ നിന്നെ മിസ്രൈമിന് നിന്റെ കയ്യിലോട്ട് തരുക. പവർഫുള്ളായ ദൈവശബ്ദത്തിന്റെ അകത്ത്, ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവത്തോട് അനുവാദം ചോദിക്കാതെ മോശ പെട്ടെന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠ പദം, കർത്താവേ, ഞാൻ സംസാരിക്കാൻ വേണ്ടും പോലെ കഴിവുള്ളവനല്ല, പക്ഷെ എൻ്റെ ബ്രദർ ആഹുരം കൊള്ളാം. ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിട്ട് വേറൊരുത്തനെ ചൂസ് ചെയ്യാൻ കാണിച്ച
മോസസിന്റെ മനസ്സ് ദൈവത്തിന് അങ്ങ് ഭയങ്കര ഇഷ്ടമായി. ഈ വിശാലമായിട്ട് ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വിശാലമായ മനസ്സ് വേണം. ആമേൻ. എല്ലാവർക്കും ഇല്ലാത്തൊരു നല്ല ക്യാരക്ടർ വേറൊരുത്തനെ പരിചയപ്പെടുത്തുക. ഒരു സ്തോത്രം പറയാമോ? സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു പേര് പിൻ ചെയ്യുക. ഒരു പേര് പിൻ ചെയ്യുക. ഞാൻ അതിന് സപ്പോസ് പറയാം, ഒരു 2 മണി വെളുപ്പിന് 2 മണിക്കാണ് ഈ എൻകൗണ്ടർ ഉണ്ടായെങ്കിൽ ആഹുരം കൂർക്കം വലിച്ചുറങ്ങുമായിരിക്കും. സപ്പോസ് അവനോട് ചോദിച്ചിട്ട് വേണ്ടേ പറയടാ, ഇത്രയും വലിയൊരു ജനത്തെ നയിക്കാൻ നിനക്ക് പറ്റുമോടാ, ഞാൻ നിന്റെ പേരെന്ന് റെക്കമെൻഡ് ചെയ്യട്ടടാ. അവനോട് ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. അവനോട് ചോദിക്കുക പോലും ചെയ്യാതെ അവന്റെ പേര് രജിസ്റ്റർ ചെയ്തു. അനുവാദം കിട്ടിയിട്ടല്ല ആ പേര് രജിസ്റ്റർ ചെയ്തത്, സാന്നിധ്യത്തിലാണ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ അവനെ കൊടുക്കുന്നെന്ന്. എന്നോട് ചോദിച്ചു പോലുമില്ല. അതുകൊണ്ട് ഞാനിന്ന് കർത്താവിൻ്റെ വേലക്കാരനായി. ചിലർ ജനിക്കുമ്പോഴേ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുക. ആ കുഞ്ഞ് വളർന്നു വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര അംബീഷൻസ് ആയിരിക്കും. ഏറ്റവും അവസാനം അവൻ കർത്താവിൻ്റെ വില വരും. എന്താ കാര്യം എന്നറിയാം? ആ പേര് അങ്ങ് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് രാവിലെ പവർഫുള്ളായി ദൈവസ്ഥാനത്ത് ഇറങ്ങി നിൽക്കുക. ചില പേര് അങ്ങ് പിൻ ചെയ്യാൻ പോകുകയാ. ചില പേര് ആ സാന്നിധ്യത്തിൽ പിൻ ചെയ്യാൻ പോകുകയാ. അഹരോന്റെ പേര് ആ സാന്നിധ്യത്തിനകത്ത്, ആ ഡീപ്പ് എൻകൗണ്ടറിന്റെ അകത്ത് മോശ കൊണ്ട് അങ്ങ് പിൻ ചെയ്തു. എന്നെക്കാളും എൻ്റെ സഹോദരൻ കൊള്ളാം. ഇന്നത്തെ രാവിലത്തെ മീറ്റിംഗിന്റെ അകത്ത് നീ പിൻ ചെയ്യുന്ന പേര് നാളെ ഉണർവിന്റെ വക്താവായിട്ട് മാറും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊരു സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചോളൂ. ഈ പട്ടണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണർവിന് വേണ്ടി ഇപ്പം നീ പറയുന്ന ചില പേരുകളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാ. രക്തം ചെയ്യും. നന്നായിട്ടൊരു ഹാലേലൂയ പറഞ്ഞേ. ദൈവം അതിനെ സപ്പോർട്ട് ചെയ്തില്ല. ദൈവം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യവും പറഞ്ഞില്ല. ഞാൻ അവനെ നോക്കിക്കൊള്ളാന്ന് പോലും പറഞ്ഞില്ല. ദൈവം പറഞ്ഞ എന്നാന്നറിയോ? എനിക്ക് നിന്നെ മതി. അതിൻ്റെ അർത്ഥം ദൈവം ആ പേരെടുത്തില്ലെന്നല്ല. കർത്താവ് അനുവദിച്ചാൽ അടുത്ത മിനിറ്റുകളിൽ ഞാനത് പറയാം. പക്ഷെ കർത്താവ് അപ്പോൾ പറഞ്ഞു എനിക്ക് നിന്നെ മതി, എനിക്ക് നിന്നെ മതി. നീ അത് പറയാൻ കാര്യം എന്നാന്നറിയാവോ? നിന്റെ നാക്ക. എന്നാൽ ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പോവാ. ആമേൻ പറയാൻ വരട്ടെ. അങ്ങനെ പറഞ്ഞോ ദൈവം? ഇല്ല. പ്രൈസ് ലോർഡ്. മോശേ, നിന്റെ നാക്ക് കാരണം കൊണ്ടല്ലേ നീ പറഞ്ഞത് നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. എന്നാൽ ഞാനതങ്ങ് ചേഞ്ച് ചെയ്യാം. മോശ അങ്ങോട്ട് ആവശ്യപ്പെട്ടുമില്ല, ദൈവം ഇങ്ങോട്ട് പറഞ്ഞുമില്ല. കർത്താവ് പറഞ്ഞു ഈ നാക്കുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഉപയോഗിക്കും. നീ മരിക്കുന്നിടം വരെ നിന്റെ വിക്ക് മാറത്തില്ല. പക്ഷെ ഈ വിക്കുള്ള നാവ് വെച്ചോണ്ട് നീ വിക്കില്ലാത്തവന്മാരുണ്ടാക്കാത്ത ചരിത്രം ഈ നാക്കുകൊണ്ട് നീ ഉണ്ടാക്കും. ഹോളി സ്പിരിറ്റ് ഇന്ന് രാവിലെ ചിലരുടെ തലയെ കൈവച്ച് ശക്തിയോടെ പറയുന്നു, സാധ്യതകൾ ഉള്ളവൻ ഉണ്ടാക്കാത്ത ചരിത്രം സാധ്യത ഇല്ലാത്ത നീ ഉണ്ടാക്കാൻ പോകുന്ന സീസൺ ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കാൻ പോകുകയാ. Come on. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഹോളിൽ ഇരിക്കുന്ന ഒട്ടനവധി ആളുകളെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ട് പറയുന്നു, ചിലർക്ക് സാധ്യതയുണ്ട് പക്ഷെ നിനക്കതില്ല. പക്ഷെ സാധ്യതയില്ലാത്ത നീ ഒരു ചരിത്രം ഉണ്ടാക്കാൻ പോകുന്നു. നിന്റെ കൂടെ ചരിത്രമുണ്ടാക്കുന്ന ദൈവം ഇന്ന് രാവിലെ കൂടെ നടക്കാൻ പോകുന്നു. വിശ്വസിച്ച ആ ദൂതിനെ ചുമക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആലോചന പറയുന്നു. ഞാൻ ഈ പറയുന്ന പദത്തിന് ആമേൻ പറയണം. എൻ്റെ സാധ്യത പരിശുദ്ധാത്മാവാണ്. ആമേൻ.
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യം മാറത്തില്ല, പക്ഷെ ആ സംഭവം അവിടെ നിൽക്കുമ്പോ തന്നെ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. നമ്മൾ വിചാരിക്കും ചിലത് മാറിയാലേ ബ്ലെസ്സിങ് ആകത്തുള്ളൂ. കർത്താവ് പറയുന്നത് അല്ലല്ല, അതവിടെ നിൽക്കുമ്പോ തന്നെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിനക്ക് കൈക്ക് ബുദ്ധിമുട്ടോ, നാവിന് ബുദ്ധിമുട്ടോ, കാലിന് ബുദ്ധിമുട്ടോ, നിനക്ക് ശിരസിന് ബുദ്ധിമുട്ടോ, അത് നിന്റെ ശാരീരിക ബലഹീനതയാ. പക്ഷെ നിന്റെ ആന്തരിക മനുഷ്യനിൽ അശുദ്ധിയില്ല. കേൾക്കുന്നവരുണ്ടോ? നിന്റെ ബാഹ്യ മനുഷ്യനിൽ ബലഹീനതയുണ്ട്, പക്ഷെ നിന്റെ ആന്തരിക മനുഷ്യൻ പെർഫെക്റ്റാ. അവനെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റും. ഇന്ന് രാവിലെ എല്ലാ അശുദ്ധിയും പൊട്ടിക്കുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചതിനെ സ്വീകരിച്ചേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പെട്ടെന്നൊരു വാക്ക് കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു. അവിടെ ഇറങ്ങിയ തീക്കകത്ത് എന്തൊക്കെയോ കത്തിച്ചാരമായതുപോലെ ഇന്ന് രാവിലെ ഇവിടെ ഒരു തീ പിടിക്കുന്നുണ്ട്. ഈ തീക്കകത്ത് നിന്റെ വീടുമായി ബന്ധപ്പെട്ട്, മണ്ണുമായി ബന്ധപ്പെട്ട്, പഴയ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് നീ ഒരിക്കലും പുറത്തു വരരുതെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ കത്തിച്ച് ചാരമാക്കി കളയുന്ന ദൈവത്തിന്റെ തീ ഇന്ന് രാവിലെ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ശബല ദുരബ റബല സദന ജനക രമന സദനം ജാനം ധേരം വൈഡമന്ധര ജാലബന്ധര ധീരഗച്ചല സ്മനാധിയാര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഇനി ഒരു പ്രവാചകനും കണ്ണടച്ചാൽ നിന്റെ പിറകിൽ ഒരു പൈശാചിക ദൂതനുണ്ടെന്ന് പറയത്തില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രവാചകൻ കണ്ണടച്ചാൽ നിനക്കൊരു പാരമ്പര്യ ശക്തി നിന്നെ തകർക്കാൻ നിൽപ്പുണ്ടെന്ന് പറയത്തില്ല. കാര്യം അങ്ങനെയുള്ള മുഴുവൻ എണ്ണത്തെ കത്തിച്ച് ചാരമാക്കി കളയുന്ന ദൈവത്തിന്റെ തീ ഇന്ന് രാവിലെ ഈ ഹാളിൽ പുറപ്പെടുന്നു. വായിക്കൊന്ന് ചലിപ്പിച്ച് കൈകൾ ചേർത്തടിച്ച് അന്യഭാഷകളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ തീ അക്ഷരികമായിട്ട് ഈ ഹോളിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ തീ അക്ഷരികമായി ചില ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നു. അക്ഷരികമായി ചില ദേഹത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ തീ, ദൈവം ഉപയോഗിക്കാൻ തടസ്സമായ സകല സംവിധാനങ്ങളെയും കത്തിച്ചു കളയുന്ന ദൈവത്തിന്റെ തീ ഇന്ന് രാവിലെ ഇറങ്ങി വരുന്നു. നിനക്കൊരു ഹോളി സ്റ്റാൻഡേർഡ് ദൈവം തരാൻ പോകുന്നു. ഒരു വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് കർത്താവ് തരാൻ പോകുന്നു. ഹൈ ഹോളിനെസ് ദൈവാത്മാവ് കൈമാറുന്നു. നിന്റെ ശബ്ദം ഇനി ഹോളിയുടെ ശബ്ദമായി മാറും. നീ വാ തുറക്കുന്നിടത്ത് സ്വർഗ്ഗം ഇറങ്ങി വരൂ. നീ പ്രാർത്ഥിക്കാൻ മുഴങ്കാല് മടക്കുന്നിടത്ത് ദൂതന്മാർ കൂട്ടമായിട്ട് ഇറങ്ങി വരൂ. ഹോളി, ദൈവത്തിന്റെ ഹോളിയെ, ദൈവത്തിന്റെ വിശുദ്ധിയെ തൊടുന്ന ഒരു സ്പെഷ്യൽ കവറിംഗ് അനോയിന്റിംഗ് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവേ നിനക്ക് നന്ദി. പരിശുദ്ധാത്മാവേ നിനക്ക് നന്ദി.
പരിശുദ്ധാത്മാവേ നിനക്ക് നന്ദി. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ മോസസ് പിൻ ചെയ്ത പേരിനെ സർവശക്തനായിരിക്കുന്ന ദൈവം റിവീൽ ചെയ്യാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തെ വിസിറ്റേഷൻ നടക്കുന്നത് സിനായ് പർവ്വതത്തിൻ്റെ മുകളിലാണ്. സിനായ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ദൈവം വിളിച്ചവനെ കയറ്റി. അവൻ ആ ശബ്ദം കേട്ട് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ച് ദൈവം സമാഗമന കൂടാരത്തെക്കുറിച്ച് അവനോട് പറയുന്നു. അതിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ അകത്തെ ശുശ്രൂഷ രീതികളെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും ദൈവം അരുളപ്പാട് പറയുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ഒരു മഹാപുരോഹിതരെ അതിനകത്ത് കാണുന്നു. ആ മഹാപുരോഹിതൻ അഹരോനായിരിക്കണം. ആമേൻ. ഹോരേബിൽ രജിസ്റ്റർ ചെയ്ത പേരിനെ സീനായിൽ പബ്ലിഷ് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ രജിസ്റ്റർ ചെയ്ത പേര് 21 ദിവസത്തിന് മുമ്പ് കർത്താവ് പബ്ലിഷ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. 40 ലക്ഷം പേര് വന്നാലും സഭ തുടങ്ങാൻ പറ്റത്തില്ല. അഹരോൻ വരണം. മോശയ്ക്ക് പോലും അഹരോന്റെ ഡ്രസ് കോഡ് ഇല്ല. അഹരോൻ ഇടുന്ന ഡ്രസ് കോഡ് വിശേഷ വസ്ത്രമാണ്. ഏഫോദ് മോശയ്ക്കില്ല, പക്ഷെ പുള്ളിക്കാരൻ അത് ധരിക്കും. പഴയ നിയമത്തിലെ ഏറ്റവും ടോപ്പ് സെലിബ്രിറ്റി അവൻ അഹരോനായിരുന്നു. അഹരോൻ പോലും വിചാരിച്ചില്ല ഇത്രയും പകിട്ടേറിയ ഒരു സ്ഥാനത്തിലേക്ക് താൻ മാറുമെന്ന്. ആ പേര് ദൈവം ഒന്ന് പിൻ ചെയ്തത്, മോശ എന്ന പേരൊന്ന് അഡ്രസ് ചെയ്തത്, ആ പേരിന്റെ പിറകെ വന്ന അഭിഷേകം ചിന്തിക്കാൻ പറ്റാത്തതാ. എന്നോട് ആ സെന്റൻസ് ഇതിനകത്ത് റിലീസ് ചെയ്യാൻ പറയുന്നത് കൊണ്ട് പറയാം. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എടുത്തോ. 6-ാമത്തെ മാസം നിന്റെ പേര് പരിശുദ്ധാത്മാവ് പിൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് വരെ നീ ചുമന്ന മാന്യതയല്ല ഇനി നീ ചുമക്കാൻ പോകുന്നേ. ഇന്ന് വരെ നീ കണ്ട അംഗീകാരങ്ങളല്ല ഇനി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നീ വിചാരിക്കാത്ത മാന്യത അംഗീകാരങ്ങളും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സീസൺ ഇന്ന് രാവിലെ ഈ ഹോളിൽ തുറക്കുന്നു. കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പർവ്വതത്തിന്റെ മുകളിൽ മോശ മാത്രമാണ് ആ പേര് കേട്ടത്. താഴെ വന്നിട്ട് ആ പേരിനെ ദൈവാത്മാവ് പബ്ലിസിറ്റി ചെയ്തു. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആ പേര് പബ്ലിസിറ്റി ചെയ്തപ്പോൾ. ചില ആളുകൾ പറഞ്ഞു അവൻ ബ്ലഡ് റിലേഷൻ ആയതുകൊണ്ട് ആയിരിക്കാം അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് വന്നതെന്ന്. അങ്ങനെ കുറച്ച് ആളുകൾ അടക്കി പറഞ്ഞു. ആ അടക്കി പറഞ്ഞ പറച്ചിലുകൾ പിന്നെ പരസ്യമായപ്പോഴത്തേക്കിന് മോശയ്ക്ക് മുമ്പിൽ ആ വിഷയം വന്നു. മോശയ്ക്ക് മുമ്പിൽ ആ വിഷയം വന്നപ്പോഴത്തേക്കിന് ഗോത്രങ്ങളെ മുഴുവനും കൂട്ടം നിർത്തി 12 ഗോത്രങ്ങളെ വിളിച്ചു വരുത്തി. 12 ഗോത്രങ്ങളോടായിട്ട് മോസസ് സംസാരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം ആ ശബ്ദത്തിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു. ദൈവം പറഞ്ഞു, ഈ പ്രശ്നം മാനുഷികമായിട്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. ഈ പ്രശ്നത്തിനകത്ത് ഞാൻ ഇടപെടും. നല്ലൊരു പദമായതുകൊണ്ട് ഞാൻ പറയാം, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്തതെല്ലാം ദൈവം ഇതിൽ പരിഹരിച്ചിരിക്കും. കൈ ഉയർത്തി ഒന്ന് റിസീവ് ചെയ്തോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ പോവുക. നീ ഞാൻ പറയുന്നത് പോലെ പറയണം. മോസസ് ഇറങ്ങി ചെന്നിട്ട് ജനത്തിന്റെ മുമ്പാകെ നിന്ന് പറഞ്ഞതാ സംഖ്യ 17. എന്താ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ ഗോത്രപിതാക്കന്മാർ 12 വടികൾ കൊണ്ടുവരണം. അതിലൊരു വടിയിൽ മാത്രം, ലേവി ഗോത്രത്തിന്റെ വടിയിൽ മാത്രം അഹരോന്റെ പേര് എഴുതിയേക്കണം. എന്നിട്ട് ഈ വടികൾ എടുത്ത് ദൈവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവെക്കും. പിറ്റേ ദിവസം ഇത് തളിർക്കും. ആരുടെ വടി തളിർക്കുന്നോ അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാവോ? എതിർത്തവനും പിറുപിറുത്തവനും ഒന്നും ഇപ്പൊ പിറുപിറുക്കുന്നില്ല. വേണമെങ്കിൽ പിറുപിറുക്കാം, വേണമെങ്കിൽ എതിർക്കാം. എന്താ കാര്യം? ഈ വടിയൊന്നും തളിർക്കാൻ സാധ്യതയില്ല. ഇവന്മാരാരും അത് പറഞ്ഞില്ല. ഇവന്മാർക്ക് എല്ലാം അറിയാം, ദൈവം വല്ലതും പറഞ്ഞാൽ അത് നടക്കുമെന്ന്. ശക്തിയോടെ ഹല്ലേലൂയ പറ. ദൈവം തിരഞ്ഞെടുത്തവനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ദൈവം പറയുന്ന കാര്യം നേരിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ
അതിനെ വിമർശിക്കാൻ തൻ്റെ ഇടമുള്ളവന്മാർ ഇന്നും ഇല്ല, അന്നും ഇല്ല. ആമേൻ. എല്ലാരും കൂടെ ചേർന്ന് തമ്മി ആമേൻ പറഞ്ഞിട്ട് പോയി. പക്ഷെ മോശയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ഒരു വടിയെ തളർക്കത്തുള്ളൂ. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ ഇത് കേറി വരുമ്പോൾ തന്നെ പറയുന്നു, നിന്റെ സമയം വന്നാൽ വിചാരിക്കാത്ത എതിർപ്പുകൾ ഉണ്ടാവും, വിചാരിക്കാത്ത ടാസ്കുകൾ ഉണ്ടാവും. പക്ഷെ ആ ടാസ്കിനെ പൊട്ടിച്ച് നീ കേറിയാൽ, പിന്നീട് അതൊരു ഭാരമായിട്ട് പിൻഗമിക്കത്തില്ല. നീ അതിനെ മുകളിൽ ചവിട്ടി നടക്കും. ചിലരുടെ തലേ കൈവച്ച് കർത്താവ് ഇന്ന് പകൽ പറയുന്നു, ഈ തുടക്കം മുതൽ ഞാൻ പറഞ്ഞത്, ഇന്നലെ രാത്രി 12 മണി വരെ നിനക്കെതിരെ നിന്നത് ചിലത് ഇപ്പൊ നിന്റെ കാൽ കീഴ് വന്നിരിക്കുകയാ. എന്തെന്നാൽ നീ തെളിയിക്കപ്പെടാൻ പോകുകയാ. വിശ്വസിച്ചതിനെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. രക്തം ചെയ്യും. എത്ര പേർക്ക് രാമൻ പറയാം? യോസേഫ് കണ്ട സ്വപ്നം കറ്റ നിവർന്നു നിൽക്കുന്നു. ഇവിടെ പറയുന്നു ഉണക്കവടി തളിർക്കും. ദൈവമേ, വേറെ എന്തെല്ലാം പറയാനുണ്ട്? ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണോ പറയുന്നത്? കർത്താവ് പറയണ്ട, നിന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തത് ഞാൻ ചെയ്യുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ തട്ടിട്ട് പറ, ഉണക്കവടി തളിർക്കുമെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം സിമ്പിളാന്ന് പറ. ആമേ. കൈയടിച്ചു വിടല്ലേ, കൈയടിച്ചു വിടല്ലേ. ഉണക്കവടി തളിർത്തു, ചുമ്മാ വായിച്ചു വിടാൻ പറ്റത്തില്ല. വേരുള്ളതൊക്കെ ഇവിടെ തളിർത്തിട്ടുള്ളൂ, ഭൂമിയുമായിട്ട് ബന്ധമുള്ളത് ഇവിടെ തളിർത്തിട്ടുള്ളൂ. ഇയ്യോബ് വരെ പറയുന്നത് ഒരു വൃക്ഷമായ പ്രത്യാശയുണ്ട്, വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ പുതിയ നാമ്പ് വരുന്ന അല്ലേ? അപ്പൊ വെള്ളം വേണം, വേര് വേണം, ഭൂമിയായിട്ട് ബന്ധം വേണം. മോസസ് പറയാ, ഇതൊന്നും ഇല്ലേലും സാന്നിധ്യത്തിലിരുന്ന തളുക്കും. ഒരു ബന്ധമല്ല നിന്നെ തളിർപ്പിക്കുന്നത്, ദൈവമായിട്ടുള്ള ബന്ധമാണ് നിന്നെ തളിർപ്പിക്കുന്നത്. എനിക്കിത് 1ാമത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടൊരു സന്ദേശം പറയാം. ഇന്ന് തളിർക്കാൻ തുടങ്ങിയാൽ ഫലമായിട്ട് നീ എഴുന്നേറ്റ് വരത്തുള്ളൂ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തോ, ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്തോ. 12 വടിയും കൂടെ കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് മോസസിനെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇത് മൊത്തത്തിലെടുത്ത് ഒക്കത്തോട്ട് വെച്ച് നേരെ കൊണ്ടുപോകും അകത്തോട്ട്. വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന്, സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് ഇതങ്ങ് വെച്ചിട്ട് പുള്ളിക്കാരൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചേക്കുന്നു. ഒരെണ്ണത്തിൽ മാത്രമേ പേരുള്ളൂ, ആഹാരൻ്റെ. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. 24 hours കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. സ്വത്രം. എല്ലാവരും മണിക്കൂറുകൾ എണ്ണി വെയിറ്റ് ചെയ്യുക. അഹരോന് മാത്രം ടെൻഷനില്ല, ബാക്കിയുള്ളവന്മാർക്കെല്ലാം ടെൻഷനാണ്. 24 hours കഴിഞ്ഞപ്പോഴത്തേക്കിന് നേരെ കൂടാരത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ മോശ തന്നെ ഞെട്ടിപ്പോയി. എന്താ കാര്യം? താൻ പറഞ്ഞത് തളിർക്കൂന്ന്. പക്ഷെ വടി കണ്ടപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. തളിർത്ത് പൂത്ത് കായ്ച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. കർത്താവ് മോശയും തമ്മിൽ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കർത്താവ് മോസസ് വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കും, കർത്താവേ നീ എന്തോ പരിപാടിയെ കാണിച്ചേ? തളിർക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജനത്തിന്റെ മുമ്പിൽ തലകുനിക്കാൻ സാധ്യതയില്ലേ? ഞാൻ പുറത്തു വെച്ച് പറഞ്ഞ തളിർക്കൂന്നോ? ഇപ്പൊ ദാ തളിർത്ത് പൂത്ത് കായ്ച്ചിരിക്കുന്നു. കർത്താവ് കൂടാരത്തിന്റെ അകത്ത് വെച്ച് പറഞ്ഞാണ്, നീ പറയുന്നത് മാത്രം ചെയ്യുന്നവനല്ല ഞാൻ, നീ പറയാത്തതും കൂടെ ഞാൻ ചെയ്യോ. കൈ ഉയർത്തി ആ ദൂതനെ സ്വീകരിച്ചേ. നാം പറയാത്തതും കൂടെ കർത്താവ് ചെയ്യും.
യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഇന്ന് അവനെതിരെ തലപൊക്കിയവർ അവൻ ജീവിച്ചിരിക്കുന്നിടം വരെ ഇനി ഒരുത്തനും അവനെതിരെ തലപൊക്കരുത്. അതിനുവേണ്ടി തളിർപ്പിക്കുക മാത്രമല്ല, വേണമെങ്കിൽ പൂക്കുമാറാക്കും, ഇനി അതിനെ കായ്ക്കുമാറാക്കും. നിനക്കെതിരെ പൊങ്ങിയ ഒരമ്പും മേലാൽ പൊങ്ങാതിരിക്കേണ്ടതിന് ഇതുവരെ ആർക്കും ചെയ്യാത്ത കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം ഇറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവരെല്ലാരും കൂടെ രാമേൻ പറഞ്ഞേ. നേരത്തെ കൊണ്ടുപോയതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചോണ്ട് ഇറങ്ങി വരുമ്പോ ഈ തളുത്തവനും പൂത്തവനും കായ്ച്ചവനും ഒരു പ്രത്യേകതയുണ്ട്. അത് ബാക്കിയുള്ളതിനെ കൂടെ മറയ്ക്കും. ഈ വടി എങ്ങാനും ആ ഫ്രണ്ടിൽ വെച്ചതെങ്കിൽ ആകാംക്ഷയോടെ കാത്തു പുറത്ത് നിൽക്കുന്ന 12 എണ്ണത്തിനും പ്രതീക്ഷയാ. കാര്യം എന്നാന്നറിയാം, ഇതിന്റെ തളിര് കൊണ്ടും ഇതിന് പൂത്ത് നിൽക്കുന്നത് കായ് കൊണ്ടും മറ്റുള്ളതിനെ മറച്ചു നിൽക്കുന്നത് കൊണ്ട് പിറത്ത് നിൽക്കുന്നവനും ആവേശമാണ്. എല്ലാവരും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. കാര്യം ഏത് വടിയാ തളുത്തെന്ന് അറിയത്തില്ല. നിന്നെ വിഷമിപ്പിക്കുന്നവർക്ക് പോലും ചില സമയങ്ങളിൽ നീ ഒരു ആശ്വാസമായി മാറും. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഈ ഒക്കത്തിരുന്ന വടിയിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർക്ക് കൊടുത്തപ്പോൾ സ്വീകരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് തളർത്തിട്ടില്ല. മറ്റേ തളിർപ്പിന്റെ സഹായത്തിലാണ് ഇത് നിന്നത്. ഓരോന്ന് കൈമാറി. അഹരോന്റെ വടി കൈമാറിയപ്പോൾ അത് തളിർത്ത് പൂത്ത് കായ്ച്ച നിൽക്കുക. ആ വടി ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോടാ ഇനി എതിർക്കാനെന്ന്. ആമേ. ഒരുത്തിനും എതിർക്കാനില്ല. ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് പറയുന്നു, ദൈവം ഒരുത്തനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരാളെ വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ പിന്നെ അവനെ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. ആർക്കും അവനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽ ഈ കൂട്ടായ്മയുടെ നടുവിൽ 1-ാമത്തെ സെക്ഷനിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുടെ ശിരസെ കൈവച്ചിട്ട് ഉറപ്പിച്ചു പറയുന്നു, ദൈവം നിന്നെ ആദരിക്കാൻ പോകുകയാണ്. നീ തളിർത്ത് പൂത്ത് കായ്ക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കണ്ണുകൾ ചേർത്തടിച്ച് കൈകൾ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്നായിട്ട് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. നന്നായിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഈ ഹോളിൻ്റെ അകത്ത് ഇറങ്ങി വരുന്നു. ദൈവ മഹത്വം ഈ ഹോളിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുന്നു. ദൈവശക്തി ഈ ഹോളിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീയും പരിശുദ്ധാത്മാവും ചേർന്നൊരു പുതിയ ചരിത്രം ഉണ്ടാക്കാൻ പോവുക. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവുകൾ, അടയാളങ്ങൾ ഈ 1-ാമത്തെ ദിവസം മുതൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഓൺലൈനിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ പൊങ്ങാൻ പോകുക. ഓഫ്ലൈനിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ എഴുന്നേക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു 1 മിനിറ്റ് ശാന്തമായിട്ട് നിന്നാട്ടെ. കണ്ണുകൾ അടച്ചു നിന്നാട്ടെ. Because of his presence is there. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഹോളിൽ വ്യാപരിക്കുന്നു. നീ തെളിയിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. നീ തെളിയിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്റെ ശിരസ് ഉയർത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കലങ്ങിയ കണ്ണും മുറിവേറ്റ ഹൃദയവുമായി സാഹചര്യങ്ങൾ ഒരു മാറ്റം ഉണ്ടാകാഞ്ഞിട്ടും കർത്താവിൻ്റെ ഒരു മഹത്വത്തിന് വേണ്ടി നീ ദീർഘവർഷങ്ങളായിട്ട് കാത്തിരിക്കുക. പക്ഷേ ഈ ഫാസ്റ്റിങ്ങിൻ്റെ 1-ാമത്തെ പകൽ
കർത്താവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ഒരുക്കിയേക്കുന്നു നന്മ നീ കാണാൻ പോകുകയാ. ഒത്തിരി പേരെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാരും അശ്രദ്ധമായി നിൽക്കരുത്. ഞാൻ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഒത്തിരി ആളുകളെ ആത്മാവ് സ്പർശിക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും കർത്താവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നു, ആഴത്തിൽ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് എനിക്ക് തന്ന കോൺഫിഡൻസ് ആണ്, ഇന്ന് ആ കൈ നിന്നെ തൊടാതെ വിടത്തില്ല. നിന്റെ തലയിൽ ആ ഘനമേറിയ കൈ, നിന്റെ ഷോളറിൽ ആ ഘനമേറിയ കൈ ഈ മിനിറ്റിൽ ഇറങ്ങി വരും. ശാന്തമായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. എൻ്റെ ഉള്ളം പറയുന്നു, എല്ലാ ഫാസ്റ്റിങ്ങും പോലെ ഒരു ഫാസ്റ്റിംഗ് ആയിരിക്കത്തില്ല ഇത്. ഈ ഫാസ്റ്റിംഗ് ചർച്ചിൻ്റെ ഭയങ്കര അപ്ഗ്രേഡ് നടക്കുന്ന പ്രാർത്ഥനയായിരിക്കുക. ഒത്തിരി വീടുകളുടെ വിസിറ്റേഷൻ്റെ ഡോർ ഓപ്പൺ ആകുന്നു. ഹോളി സ്പിരിറ്റുമായിട്ട് ഭയങ്കര റിലേഷൻഷിപ്പുള്ള ആളുകൾ ഈ മീറ്റിങ്ങിനകത്ത് എഴുന്നേറ്റ് വരും. ദൈവദൂതന്മാരുടെ സമ്പർക്കം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ചില ആളുകൾ പുറത്തു വരുന്നത് കർത്താവ് കാണിക്കുന്നു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദൈവ സംസർഗവും ദൈവിക ഇടപെടലുകളും ചിലരുടെ റൂമിൻ്റെ അകത്ത് തുറക്കപ്പെടുന്ന സമയങ്ങൾ ദാ ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ തുടരാൻ, ദൈവ സാഹിത്യത്തിൽ തുടരാൻ നിന്നെ സമ്മതിക്കാത്ത തെറ്റായ ബന്ധങ്ങളും തെറ്റായ ഇടപെടലുകളും നീ പോലും അറിയാതെ ദൈവം പൊളിച്ചു കളയുന്ന സമയങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഉന്നതനായ ദൈവത്തിൻ്റെ ഉന്നതമായ തലത്തിലേക്ക്, ഉന്നതമായ ഒരു സ്പിരിച്വൽ അനോയിന്റിങ്ങിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പിക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അവനെ അനുഭവിക്കുന്നവർ ശരീരം വിട്ടുകൊടുത്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എനിക്ക് സ്പിരിറ്റിൽ, ആത്മതലത്തിൽ ദൈവത്തിൻ്റെ കൈ ചലിക്കുന്നത് കാണാൻ കഴിയുന്നു. ദൈവ സാന്നിധ്യം ചിലരെ ഭയങ്കരമായി തൊടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. ഒരപ്പൻ മക്കളുടെ അടുത്തോട്ട് വന്ന് നിൽക്കുന്നത് പോലെ കർത്താവ് ചിലരുടെ അടുത്തോട്ട് വന്ന് നിൽക്കുന്നു. കർത്താവ് ചിലരെ ചേർത്ത് പിടിക്കുന്നു. ഇത് നിന്റെ സമയമാ, ഇത് ഞാൻ നിനക്ക് വെച്ച സമയമാ, ഇത് ഞാൻ നിനക്ക് വെച്ച സമയമാ. നിന്റെ ലൈഫിനെ ഞാൻ തിരിക്കാൻ പോകുകയാ. നിന്റെ വീട് ആനന്ദം കൊണ്ട് ഞാൻ നിറയ്ക്കാൻ പോകുകയാ. കമാൺ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ആരാധിച്ചിട്ടും ഒത്തിരി ഉപസിച്ചിട്ടും നീ പോലും അറിയാത്ത ബ്ലോക്കുകളുടെ മുകളിൽ ബ്ലോക്കാണ് കഴിഞ്ഞ കുറേ നാളുണ്ടായതെങ്കിൽ കർത്താവ് പറയുന്ന ആ ബ്ലോക്കുകൾ മുഴുവനും കർത്താവ് കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. കത്തിച്ച് കളഞ്ഞിരിക്കുക. തുറന്ന് ചിരിക്കാൻ സമ്മതിക്കാത്ത, തുറന്ന് സന്തോഷിക്കാൻ സമ്മതിക്കാത്ത സകല സാഹചര്യങ്ങളും ഇന്ന് നിന്റെ കാൽ കീഴിലോട്ട് തന്നേക്കുക. നീ അതിനെ ചവിട്ടി മെതിച്ചോളാ. നീ അതിനെ ചവിട്ടി മെതിച്ചോളാ. ഓ ആത്മാവിൽ കണക്റ്റ് ആകാൻ പറ്റുന്നവർ കണക്റ്റ് ആയിക്കേ.
ദൈവം എന്നെ ഉപയോഗിക്കാൻ തടസ്സമായത് എന്താന്ന് ഇനി ഒരു പ്രവാചകൻ പറയണ്ട. നിനക്ക് കർത്താവ് ഡയറക്റ്റ് കാണിച്ചു തരുന്ന, എന്നിട്ട് കർത്താവ് അത് കാണിച്ചു തന്നിട്ട് അതിൻ്റെ മേൽ നിനക്ക് ആധികാരിക ജയം തരുന്ന. നീ കർത്താവിനോട് ചേർന്ന് അതിൻ്റെ മേൽ വാഴുന്ന. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. അന്യഭാഷയുള്ളവർ വാ തുറന്ന അന്യഭാഷകളിൽ മാക്സിമം ഒരു 5 minutes ഞാൻ എടുക്കത്തുള്ളൂ. പക്ഷെ അന്യഭാഷകളിൽ എന്തോ പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ ചെയ്യുന്നു. അവൻ എന്തോ വലിയ കാര്യം ഈ ഹോളിൽ ചെയ്യുന്നു. അവൻ എന്തോ വലിയ പദ്ധതിയുമായിട്ട് ഇറങ്ങി വരുന്നു. അവൻ പറയുന്നു, ഞാൻ ഹോരേബിൽ ഇറങ്ങിയതുപോലെ ഈ 6ാം നിലയുടെ മുകളിൽ ഈ കൂട്ടത്തിന്റെ നടുവിലേക്ക് ഇതുവരെ ആരുടെ ദേഹത്തും ഇടാത്ത പുതിയ പുതപ്പുകളുമായി, പുതു നിയോഗങ്ങളുമായി അന്യഭാഷയെ കണക്ട് ആകുന്നവർ അന്യഭാഷയെ കണക്ട് ആക്കണം. കണ്ണു തുറന്നിക്കണ്ട, ചുറ്റുപാടുകളെ നോക്കണ്ട. നിങ്ങളുടെ ആത്മനയനങ്ങൾ തുറന്നാൽ ഇവിടെ ഇറങ്ങിയ ദൈവമഹത്വം നിനക്ക് കാണാൻ പറ്റും. ഇവിടെ ഇറങ്ങി നടക്കുന്ന ദൂതന്മാരെ നിനക്ക് കാണാൻ പറ്റും. ദൈവം ചിലരെ ഇന്ന് പകൽ വേർതിരിക്കുകയാ. നിനക്ക് അഭിമുഖമായി നിൽക്കുന്ന ദൈവമഹത്വത്തെ നീ കാണും. നിനക്ക് അഭിമുഖമായി ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നീ അനുഭവിക്കും. തടസ്സം 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 എന്ന് നീ പറഞ്ഞ വാക്കിനി ഇല്ല. എല്ലാം തകർന്നു, തകർത്തു കളഞ്ഞു. ഭയങ്കര ഒരു ഫ്രീഡം സ്പിരിറ്റിനെ കർത്താവ് റിലീസ് ചെയ്യും. ഒത്തിരി പേരുടെ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി ഒത്തിരി പേരുടെ